നമുക്കറിയാം, നമ്മുടെ നാട് സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കുറെ ആളുകൾ ശ്രമിക്കുക. അവരുടെ ഉന്നം ഭിന്നിപ്പുണ്ടാക്കുക എന്നത് മാത്രമാണ്. വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് അവർ പ്രചരിപ്പിക്കുന്നത്. മതങ്ങൾ തമ്മിൽ പാരസ്പര്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത്, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കില്ല. അപ്പോൾ അവരത് പല വിദ്വേഷത്തിന്റെ പ്രചരണവും നടത്തി അവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അവരുണ്ടാക്കിയ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അപകടകരമായ അന്തരീക്ഷമാണ്. ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയും, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അവരാളി കത്തിക്കാൻ ശ്രമിക്കുക. കുറെ ആളുകൾ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി, ആ വിഷയങ്ങളുടെ പുറത്ത് ഭിന്നതകൾ ഉണ്ടാക്കി അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുക. അപ്പോഴെല്ലാം സമസ്ത എടുത്ത ഉജ്ജ്വലമായ നിലപാടുകൾ, ആ നിലപാടുകളാണ് കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് കാരണമായി വന്നിട്ടുള്ളത്. അതിൽ അഭിവന്ദ്യനായ ജിഫ്രി തങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് രാജീവ് സൂചിപ്പിച്ചു. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക. നോക്കിയാൽ അറിയാം എന്താണ് മനസ്സിലുള്ളത്, അത് മാത്രം പറയാം, ആവശ്യത്തിനുള്ളത് പറയാം. ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് അതുപോലെ മറുപടി കൊടുക്കാനോ അല്ല. ഒരു നോട്ടം നോക്കിയാൽ അത് മതി, അതിന്റെ കൃത്യമായ മറുപടിയുണ്ട്. പക്ഷെ ആ മറുപടിയും ആ നിലപാടും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ എത്രമേൽ സഹായിച്ചു എന്നെനിക്കറിയാം. എന്റെ സങ്കടം, കുറെ പേര് ഇത് ആളി കത്തിക്കാൻ ശ്രമിക്കുമ്പോ, നമ്മൾ ഈ അടുപ്പിൽ തീ വയ്ക്കുമ്പോ കുഴൽ വെച്ചൊന്ന് ഊതുമല്ലോ, ഒന്നുകൂടി കത്തിക്കാൻ. അപ്പൊ ചിലരാളി കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലര് കുഴൽ വെച്ച് ഊതി കൊടുക്കുന്നുണ്ട്. ഒന്ന് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ഈ കുഴൽ വെച്ച് ഊതുന്നത്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലര് കൊടപിടിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കിടയ്ക്കിടയ്ക്കുണ്ട്. അത് ഒരു പൊതുവായ കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കണം.